കെ മുരളീധരന്റെ മറുപടിയുമായി LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത് രംഗത്തെത്തി. മുരളീധരന്റേത് തരംതാണ വിമർശനങ്ങളെന്ന് അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. വട്ടിയൂർക്കാവിൽ UDF നിർജ്ജീവമെന്നുമാണ് മറുപടി. മത്സരം LDFും BJPയും തമ്മിലാണ്. UDF പ്രചാരണത്തിൽ പിന്നോട്ടു പോകുന്നുവെന്നും പ്രശാന്ത് കുറ്റപ്പെടുത്തി. വട്ടിയൂർക്കാവിൽ ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം കൂടുകയാണ്, വീറും വാശിയും കൂടുകയാണ്. ഡീൽ ആരോപണം തുടങ്ങിയപ്പോൾ ഓരോ പുതിയ ആരോപണങ്ങളിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഒരു വെബ്സൈറ്റിൽ ഒരു ജോലി 511 പേർക്ക് ജോലി എന്നൊക്കെ പറഞ്ഞൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് റാലിയിലേക്ക് ആളെ ക്ഷണിക്കുന്നതാണ് പറഞ്ഞത്. അത് CPMന്റെ തരംതാണ രാഷ്ട്രീയമെന്നാണ് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറയുന്നത്. അല്ല, അത് അദ്ദേഹം അത് പരിശോധിക്കട്ടെ. ഇപ്പൊ ഞങ്ങളല്ല ആരോപണം പറഞ്ഞത്, ഒരു മാധ്യമങ്ങളാണ് ആ സൈറ്റിൽ നിന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ അദ്ദേഹം അതിന്റെ വസ്തുത പറയട്ടെ. അപ്പൊ അത് പറയാതെ എതിർ സ്ഥാനാർത്ഥിയുടെ നേർക്ക് ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ മണ്ഡലത്തിൽ പരിശോധിക്കുമ്പോഴും UDF വളരെ നിർജ്ജീവമാണ്. പല സ്ഥലങ്ങളിലും പുറത്തു നിന്നുള്ള ആളുകളാണ് സ്ക്വാഡ് വർക്കിനും മറ്റു പല കാര്യങ്ങൾക്കും വരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. കുറച്ച് കോൺഗ്രസിന്റെ ആളുകളും ബാക്കി പുറത്തുനിന്നുള്ള ആളുകളും ഒക്കെയാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഈ വാർത്തയെ സംബന്ധിച്ച് അദ്ദേഹമാണ് പരിശോധിക്കേണ്ടത്. അദ്ദേഹം അത് അന്വേഷണം നടത്തട്ടെ, എന്നിട്ട് വസ്തുതാപരമായി പറയട്ടെ. പക്ഷേ അദ്ദേഹത്തിന്റെ തരംതാണ രാഷ്ട്രീയം അദ്ദേഹത്തിന്റേതാണ്. കാരണം എതിർ സ്ഥാനാർത്ഥിയുടെ പേർക്ക് ഇത്തരം ആരോപണങ്ങൾ അങ്ങ് വയ്ക്കുകയാണ്. ഡീലിന്റെ കാര്യം പറയുന്നു, ഇപ്പൊ വാർത്ത കൊടുത്തത് ഞങ്ങളാണെന്ന് പറയുന്നു. ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ഒരു കാര്യവുമില്ല. ഇപ്പോൾ 2019ലും 2021ലും ഞങ്ങൾ ഇവിടെ മത്സരിച്ച് ജയിച്ചതാണ്. അന്ന് ആരും ഡീൽ ആരോപണം ഉന്നയിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ടാണ് ഡീല്. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുമായിട്ട് ഡീൽ ഉണ്ടാക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. 2 തവണ ഞങ്ങൾ ജയിച്ചു, 3ാമത് ഞങ്ങൾ ജയിക്കും. അപ്പോൾ പരാജയ ഭീതി ഇപ്പോൾ മുരളീധരൻ അദ്ദേഹത്തിനെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. UDF നിർജ്ജീവമെങ്കിൽ ആരാണ്? BJP ആണോ തൊട്ടു പിന്നിലുള്ളത് എന്ന് കരുതുന്നു? നിലവിലെ പ്രചരണ രംഗത്ത് സജീവമായവർ വരികയാണ്, BJP വരികയാണ്. അദ്ദേഹം പിന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് 2ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ BJP വരുന്നൊരു ചിത്രം വട്ടിയൂർക്കാവിൽ വന്നത്. മത്സരം LDFും BJPയും തമ്മിലുള്ള ഒരു ചിത്രമാണ് പൊതുവിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം അദ്ദേഹത്തെ പോലുള്ളൊരു മുതിർന്ന നേതാവ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല. അദ്ദേഹം വസ്തുത പരിശോധിക്കട്ടെ, പരാതികളുണ്ടെങ്കിൽ അത് കൊടുക്കട്ടെ. ഇതെല്ലാം എതിർ സ്ഥാനാർത്ഥിയുടെ തലയിലേക്ക് കെട്ടിവയ്ക്കുന്ന രീതി ശരിയല്ല എന്ന് ആണ് എന്റെ നിലപാട്. അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞത് BJPയുടെ കൌൺസിലർമാർ പോലും VK പ്രശാന്തിന് LDFന് വോട്ട് കൊടുക്കുമെന്നാണ്. ആ രീതിയിലൊരു ഡീലുണ്ടെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. 2019ലും 2021ലും ഇല്ലാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഡീല് നടത്തുന്നത് സാധാരണ കോൺഗ്രസിന്റെ ഒരു ഏർപ്പാടാണ്. കോൺഗ്രസ്